ഈ ഓയിൽ തേക്കും നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളർത്തും. അപ്പൊ നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാനൊരു പ്രോപ്പർ ഹെയർ കെയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മസ്റ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ തല എപ്പോഴെപ്പോഴും കുളിക്കേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിൽ ഞാൻ വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ തല കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അച്ഛനെ പോലെ ഞാൻ രാവിലെയും വൈകുന്നേരം തല കുളിച്ചാലുള്ള അവസ്ഥ എന്റെ തലയിൽ പിന്നെ മുടിയൊന്നും കാണത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ട്വൈസ് ഓർ ത്രൈസ് മാത്രമേ നമ്മളെ മുടി കഴുകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു. എല്ലാരും ഷാമ്പു യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ നിൽക്കും, ഈ ഷാമ്പു യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ നിൽക്കുന്നിട്ട് പലതരത്തിലുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അത് മാത്രവുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസിനോടാണ് താല്പര്യം. അല്ലാണ്ട് നല്ല മണമുള്ള ഷാമ്പൂസ് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അങ്ങനത്തെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഷാമ്പൂസും ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെബാമെഡിന്റെ ഷാമ്പൂ ആണ്. പിക്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. സെബാമെഡിന്റെ ഷാമ്പൂ ആണ്. അത് മൈൽഡ് ഷാമ്പൂ ആണ്. ഒട്ടും തന്നെ മണമില്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് അതിനുള്ളത്. ഈ ഓയിൽ തേക്കും നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളർത്തു. അങ്ങനെ പല പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ടാവും. മൈൻഡ് ആക്കരുത് ഗൈസ്. നിങ്ങളെ മുടി കൊഴിയുന്നുണ്ടാവും, പൊക്കോട്ടെ. ഇപ്പൊ ഞാൻ എന്റെ ഹെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ മൈൻഡാക്കാറില്ല. പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, വരുന്നത് വരും. പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ച് മുടി വേറെ കിളിർത്ത് വന്നോളും. നമ്മൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്താണ് നമ്മളെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള ചാൻസസ് ഉള്ളത്. ഈ മാർക്കറ്റിൽ കാണുന്ന ഹെയർ കെയർ ഓയിൽ അതൊന്നും നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കണ്ട. ഞാൻ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് സാധാരണ കോക്കനട്ട് ഓയിൽ. ഇപ്പൊ കോക്കനട്ട് ഓയിൽ ഞങ്ങളുടെ വീട്ടിൽ കോക്കനട്ട് ഒന്നും ആട്ടാത്തതുകൊണ്ട് പാരഷൂട്ടിന്റെ ബ്ലൂ കളർ ഫോർമൽ കോക്കനട്ട് ഓയിൽ ആ ബോട്ടിൽ വാങ്ങിച്ചിട്ടാണ് യൂസ് ചെയ്യാറ്.